വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ഷാർജയിൽ മരിച്ച അതുല്യയുടെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനം. കേരളത്തിൽ എത്തിച്ച ശേഷമാകും വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുക. ഭർത്താവ് സതീഷിനായുള്ള ലുക്കൌട്ട് നോട്ടീസ് ഇറക്കും. അതുല്യയുടെ മരണം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് ചേരും. അതേസമയം സതീഷിന്റെ പാസ്പോർട്ട് ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബിഗ് ബ്രേക്കിംഗ്. സതീഷിന്റെ ഫോൺ പരിശോധിക്കും. ദിലീപ് ദേവസ്യയുടെ കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വരുന്നത്. അതുല്യയുടെ മരണത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നീക്കങ്ങൾ ഉണ്ടാവുന്നു. വിഭജികയുടെ മരണത്തിൽ സാധ്യമാകാതിരുന്നത് അതുല്യയുടെ മരണത്തിൽ സാധ്യമാവുകയാണ്. കാരണം അയാൾക്കെതിരെയുള്ള കേസ് കേരളത്തിൽ എടുത്തെങ്കിൽ പോലും വിഭജികയുടെ ഭർത്താവിന്റെ കാര്യത്തിൽ പാസ്പോർട്ടൊന്നും പിടിച്ചു വെച്ചില്ല. പക്ഷേ ഇവിടെ സതീഷിന്റെ പാസ്പോർട്ട് ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അയാൾക്കെതിരെ നടപടിയുണ്ടാവും. റീപോസ്റ്റ്മോർട്ടത്തിനുള്ള സാധ്യത തെളിയുകയാണോ ദിലീപ്? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ സതീഷിന്റെ പാസ്പോർട്ട് ഷാർജ പോലീസ് കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. അത് അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ബാക്കി നടപടികളെല്ലാം അവിടുത്തെ അന്വേഷണത്തിനും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ്. പിന്നീട് അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി ഈ നാട്ടിലെത്തിച്ച ശേഷം നാട്ടിലെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ബോഡി വീണ്ടും ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത്. ആ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അനുമതി ഈ അതുല്യയുടെ പിതാവ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേക അന്വേഷണ സംഘമാണ്, 8 അംഗ അന്വേഷണ സംഘമാണ്. തെങ്ങുഭാഗം CI ആയിട്ടുള്ള ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള 8 അംഗ അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇത് നേതൃത്വം നൽകുന്നത് കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ അതുല്യയുടെ പിതാവ് ചേരുന്നുണ്ട്. ഇന്നലെ അന്വേഷണ സംഘം ഇവിടെ എത്തി ഈ കാര്യങ്ങൾ, അതായത് റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുമതി ചോദിച്ചിരുന്നു. ആ അനുമതി നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ആവശ്യമായിട്ട് വന്നാൽ അത് ചെയ്യണമല്ലോ. മറ്റൊരു രാജ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ലയോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാമല്ലോ. ഇപ്പോഴത്തെ ലോകമല്ലേ, നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് റീപോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ആവശ്യമാണെങ്കിൽ ചെയ്യണം. അതിന് ഇപ്പോൾ അഖില ഷാർജ പോലീസിൽ പരാതി നൽകാൻ അങ്ങനെ പറഞ്ഞോ, എനിക്കറിയില്ല അതിനെപ്പറ്റി. ഇന്ത്യൻ കോൺസുലേറ്റ് വഴി അവിടെ ഷാർജയിൽ പരാതി നൽകുന്നു. അങ്ങനെ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. പേപ്പറുകളൊക്കെ ശരിയാക്കി അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ, ഡോക്യുമെൻ്റൊക്കെ അങ്ങോട്ട്. ഇപ്പോൾ ഷാർജ പോലീസ് ഇദ്ദേഹത്തിന്റെ മൊബൈൽ അടക്കം കസ്റ്റഡിയിൽ എടുത്തിരിക്കുക, പാസ്പോർട്ട്, ഈ സതീഷിന്റെ പാസ്പോർട്ട് അടക്കം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. പോലീസിന്റെ ഒരു സംശയം തോന്നിയിട്ടുണ്ടെന്നാണ്. എങ്ങനെ സംശയം എന്ന് പറഞ്ഞാൽ അത് അവരുടെ മരണത്തിൽ, കാരണം അത് വലിയൊരു കട്ടിലുണ്ടായിരുന്നു. ആ കട്ടിലടക്കം 3 പേർ പിടിച്ചാൽ പൊന്താത്തൊരു കട്ടിൽ നീങ്ങിക്കിടക്കുന്നു. അത്തരം അസ്വാഭാവികമായ ചില സീനുകൾ ആ മുറിയിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പോലീസ് അവിടെ എത്തി അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് അടക്കം കസ്റ്റഡി എടുത്ത വിവരം ലഭിക്കുന്നത്. അതിനെപ്പറ്റി ഇപ്പോൾ അവിടുത്തെ ആ ഒരു സാഹചര്യം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. പറഞ്ഞു ഉള്ള അറിവല്ല ഉള്ളൂ. മകളുമായി സംസാരിച്ചിരുന്നു, അഖിലയുമായിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ അഖില പറയുന്നത്, അതായത് ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യാനുള്ളൊരു മൂഡിലല്ലായിരുന്നു അവൾ ആത്മഹത്യ ചെയ്തെന്ന് പറയണം. അങ്ങനല്ല, അവൾ നല്ല ഹാപ്പി ആയിരുന്നു. ജോലിക്ക് ജോയിൻ ചെയ്യാനായിട്ട്, യൂണിഫോം എടുക്കാനായിട്ടൊക്കെ പോയതല്ലേ. അവൾ സന്തോഷമായിട്ടിരുന്നു. ഒന്നോള് പിറന്നാളുമായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങനെയുള്ള ഒരു അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഒന്നിൽ അവൻ അപായപ്പെടുത്തിയിട്ടുണ്ടാവും. അവളുടെ മർദ്ദനത്തിൽ എന്തെങ്കിലും ചിലപ്പം ബോധരഹിതയായോ, അതെന്താണെന്ന് അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കാനൊക്കത്തുള്ളൂ. അതിനുശേഷം എടുത്ത് കെട്ടിയതാണോ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അതെ, സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുക തന്നെ വേണം ദിലീപ്. നേരത്തെ വന്ന ഓഡിയോ സന്ദേശങ്ങളും ദൃശ്യങ്ങളും ഒക്കെ അതിനുള്ള തെളിവുമാണ്. സ്വാഭാവികമായും ന്യായമായും അതുല്യയുടെ അച്ഛനത് സംശയിക്കാവുന്നതേ ഉള്ളൂ. ആ കുടുംബത്തിന്റെ സംശയം തീരണം, ആ കുടുംബത്തിന് നീതി കിട്ടണം, അതുല്യക്ക് നീതി കിട്ടണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.